ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ പാപ്പാഞ്ഞി കത്തിക്കുന്നുള്ള വലിയ ആഘോഷമാണ് പുതുവത്സര ആഘോഷം പ്രമാണിച്ച് നടക്കാൻ പോകുന്നത്. ബിപിൻ സി വിജയൻ നമുക്കിപ്പം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ബിപിൻ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് ആയിട്ട് കിടക്കട്ടെ. അപ്പോൾ ബിപിൻ, അവിടെ ഫോർട്ട് കൊച്ചി ഇന്ന് ഇളകി മറിയും. എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ ആളുകൾ ആർമാദിക്കാൻ വരുന്നൊരു സ്ഥലത്ത് തന്നെയാണ് ഫോർട്ട് കൊച്ചി. അവിടെ കനത്ത പോലീസ് ബന്ദോബസ്തും ഇന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ജനസമുദ്രമായിരിക്കും ഫോർട്ട് കൊച്ചിയിലെന്ന് നിസ്സംശയം തന്നെ പറയാം. അതിന് ഇപ്പോൾ രാവിലെ തന്നെ ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിലാദ്യമായി ഫോർട്ട് കൊച്ചിയിൽ 2 പാപ്പാഞ്ഞികളെ ഇന്ന് കത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വെളി ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്ന പാപ്പാഞ്ഞിയാണ് നമ്മൾ ഈ കാണുന്നത്. അത് ഇരിക്കുന്ന രീതിയിലുള്ളതാണ്. മറ്റേ പരേഡ് ഗ്രൗണ്ടിൽ ഏകദേശം 50 അടിയോളം ഉയരമുള്ള പാപ്പാഞ്ഞിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇങ്ങനെ 2 പാപ്പാഞ്ഞികളെ കത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ സ്പ്ലിറ്റായി 2 സ്ഥലങ്ങളിൽ കൂടുതലായി എത്തും. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ടാവില്ല എന്നുള്ളതാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. ഏകദേശം ഒരു 4 മണിക്ക് ശേഷം തന്നെ ഇങ്ങോട്ടേക്ക് വാഹനങ്ങളൊന്നും കടത്തിവിടില്ല. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളിലേക്ക് പോലീസും ഇതിനോടകം തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ആ ഒരു ന്യൂ ഇയർ വൈബിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കൊച്ചി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചി മാറിയിട്ടുണ്ട്. ഈ മഴമരം കാണാനൊക്കെ വൈകുന്നേരമായാൽ തന്നെ അത്രയേറെ ജനങ്ങളാണ്. ഒരു പൂഴിയിട്ടാൽ പോലും താഴ്ത്തെത്താത്ത അത്രയും ജനങ്ങളെ ഓരോ ദിവസവും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സുരക്ഷ ഏകദേശം 1200ഓളം പോലീസുകാർ ഇവിടെ മാത്രം ഉണ്ട്. ഒപ്പം തന്നെ CCTV ക്യാമറകൾ ഒരുക്കിയിരിക്കുന്നു. ഇങ്ങോട്ടേക്ക് 5 മണിക്ക് ശേഷം ബസ് സർവീസ് ഉണ്ടാവുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബസ് സർവീസ് ഉണ്ടാവുകയില്ല. ഒപ്പം തന്നെ ഇവിടുന്ന് ഈ ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞു പോകുന്നതിന് വേണ്ടി മെട്രോയുടെ കൂടുതൽ സർവീസുകൾ ഉണ്ടാവും. ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്ന വാഹനങ്ങളിൽ റോഡരികിൽ വാഹനങ്ങൾ നിർത്താൻ പാടുകയില്ല. 2 മണിക്ക് ശേഷം അപ്പോട്ട് ഇങ്ങോട്ടേക്ക് കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സുരക്ഷകൾ എല്ലാം തന്നെ പാലിക്കണം ഇങ്ങോട്ടേക്ക് എത്തുന്നവർ. ഇത് ഇപ്പോൾ കൊച്ചിയിലോ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾ മാത്രമല്ല, പുറത്തുനിന്നുള്ളവർ, ഒപ്പം തന്നെ വിദേശികൾക്കായി പ്രത്യേക പവലിയൻ ഒരുക്കിയിരിക്കുന്നു. ഇങ്ങനെ സജ്ജീകരണങ്ങൾ എല്ലാം ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ കാണുകയാണ് ഇവിടെ വെക്കാനുള്ള ബോർഡിൻ്റെയൊക്കെ ഒരുക്കത്തിലാണ് ഇതിൻ്റെ സംഘാടകരൊക്കെ ഉള്ളത്. ഇങ്ങനെ കൊച്ചി ആ ഒരു ന്യൂ ഇയർ വൈബിലേക്ക് മാറിയിരിക്കുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമുള്ള കാത്തിരിപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അത് അഗ്നിക്കിരയാക്കി പുതിയ പ്രതീക്ഷകളുടെ ലോകത്തിലേക്ക്, ജീവിതത്തിലേക്ക് കടക്കാമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു പാപ്പാഞ്ഞിയെ കത്തിക്കുക എന്നുള്ളത് കൊണ്ട് കൊച്ചിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ള മണിക്കൂറുകളുടെ കാത്തിരിപ്പിലേക്ക് ഓരോ മലയാളിയും മാറുകയാണ്. ഫോർട്ട് കൊച്ചിയും മാറുകയാണ്. എസ് കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.